ക്ഷേത്രത്തിൽ അത്യപൂർവവും അതീവ ശക്തിദായകവുമായി ശ്രീ മഹാദേവിയുടെ 3 ഭാവങ്ങൾ രാമരച്ചമ്പിള ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിൽ 3 ശ്രീകോവിലിൽ ഷഡാധാര പ്രതിഷ്ഠ ചെയ്തു. മഹാലക്ഷ്മി, ദുർഗ, മഹാകാളി എന്നീ രൂപങ്ങളിൽ ആരാധിക്കുന്നതും നവഗ്രഹ പ്രതിഷ്ഠയോടും കൂടി താന്ത്രിക വിധിപ്രകാരം ആരാധനയുമുള്ള ക്ഷേത്രവുമാണ് രാമരച്ചമ്പിള ശ്രീ ദുർഗാംബിക ക്ഷേത്രം. കുടുംബക്ഷേത്രത്തിൽ നിന്ന് ഗ്രാമക്ഷേത്രത്തിലേക്കും ഗ്രാമക്ഷേത്രത്തിൽ നിന്ന് നാനാദേശ പ്രശസ്തിയും ആർജിക്കാൻ തിരുവനന്തപുരം ആറ്റിങ്ങൽ തിനവിള രാമരച്ചമ്പിള ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിന് ഏറെക്കാലം വേണ്ടി വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. രാജഭരണകാലത്തിൽ അധികം പഴക്കമുണ്ടായിരുന്ന ക്ഷേത്രം കാലാന്തരത്തിൽ നശിക്കുകയും പ്രശ്നചിന്തയെ തുടർന്ന് 1989 ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുകയും ക്ഷേത്ര ചൈതന്യം വീണ്ടെടുക്കുകയുമായിരുന്നു. ക്ഷേത്രപ്രതിഷ്ഠയോടെ സാമാന്യേന വളരെ പിന്നോക്കം നിന്നിരുന്ന ദേശത്തെ വിശ്വാസികളിൽ ദേവീ ചൈതന്യത്താൽ സാമ്പത്തികമായും സാംസ്കാരികമായും ഏറെ അഭിവൃദ്ധിയുണ്ടാക്കാൻ തുടങ്ങിയെന്നുമാണ് പറയപ്പെടുന്നത്. 2004 ക്ഷേത്ര പുനരുദ്ധാരണവും പുനർപ്രതിഷ്ഠയും നടത്തിയതോടെ ക്ഷേത്ര പ്രശസ്തി കൂടുതൽ ദേശത്തേക്ക് വ്യാപിക്കുകയായിരുന്നു. തിനവിള രാമരച്ചമ്പിള ശ്രീ ദുർഗാംബിക ക്ഷേത്രം ഇന്ന് വിവിധ ദേശങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വർഷങ്ങളോളം പഴക്കമുള്ള ഈ ക്ഷേത്രം ഏറ്റവും വിശേഷപ്പെട്ടതായി അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ സവിശേഷതയാണ്. ശ്രീ മഹാലക്ഷ്മി, ശ്രീ ദുർഗ, ശ്രീ ഭദ്രകാളി ദേവിമാർ 3 ശ്രീകോവിലുകളിലായി തുല്യ പ്രാധാന്യത്തിൽ ഷഡാധാരത്തിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ദക്ഷിണ ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് രാമരച്ചമ്പിള ശ്രീ ദുർഗാംബിക ക്ഷേത്രം. ഒപ്പം ഗ്രഹദോഷ നിവാരണത്തിനായി വളരെ പ്രസിദ്ധിയാർജിച്ച ക്ഷേത്രം കൂടിയാണ് ഇവിടത്തെ നവഗ്രഹ ദേവന്മാർക്ക് നിത്യവും നടക്കുന്ന വിശേഷാൽ നിവേദ്യത്തോടു കൂടിയുള്ള നവഗ്രഹ പൂജ ഗ്രഹദോഷ പരിഹാരത്തിനായി ഇന്ന് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ പരിഹാരക്രിയയ്ക്കായി എത്തുന്നുണ്ട്. ഒപ്പം എല്ലാ മലയാള മാസവും അവസാനത്തെ ഞായറാഴ്ച നടക്കുന്ന നവഗ്രഹ ദോഷശാന്തി ഹോമം വളരെ വിശിഷ്ടമായ ഒരു ചടങ്ങാണ്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ശ്രീ ദുർഗാംബികയുടെ തിരുമുന്നിൽ നടത്തുന്ന അതിവിശിഷ്ടമായ ദീപാർച്ചനയായ സൗഭാഗ്യ ദീപ പ്രദക്ഷിണം ഈ ക്ഷേത്രത്തിൽ കുറച്ച് നാളുകളായി നടന്നു വരികയാണ്. ഉദ്ദിഷ്ട കാര്യസിദ്ധി, മംഗല്യലബ്ധി, സന്താനലബ്ധി, തൊഴിൽപരമായിട്ടുള്ള പുരോഗതി, മത്സര പരീക്ഷകളിൽ വിജയം തുടങ്ങി വിവിധ കാര്യസിദ്ധിക്കായി നടത്തുന്ന പവിത്രമായ ഒരു ദീപാർച്ചനയാണ് സൗഭാഗ്യ ദീപ പ്രദക്ഷിണം. ഈ വഴിപാടിൽ പങ്കെടുക്കുന്ന ഭക്തർ വിളക്ക് തെളിയിച്ച് ശ്രീ ദുർഗാംബികയ്ക്ക് 3 പ്രദക്ഷിണം വെച്ച് അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ദുർഗേ നാരായണ, ഭദ്രേ നാരായണ എന്ന മന്ത്രത്താൽ ഉരുവിട്ടുകൊണ്ട് ശ്രീ ദുർഗാംബികയുടെ തിരുമുന്നിൽ സമർപ്പിക്കുന്നു. വഴിപാട് നടത്തുന്ന ഭക്തൻ്റെ പേരിൽ ക്ഷേത്രം മേൽശാന്തി വിവിധ സൂക്ത ജപങ്ങളാൽ പൂജിച്ച് ഒരു നാണയം ഭക്തന് തിരികെ നൽകുന്നു. ഓരോ ആഴ്ചയും ഓരോ ദീപം വീതം വർദ്ധിച്ചു വേണം സമർപ്പിക്കാനായി. ഇപ്രകാരം 21 ആഴ്ച ഈ ചടങ്ങ് നടത്തുകയും 21 നാണയങ്ങൾ ക്ഷേത്രം മേൽശാന്തി ഭക്തന് നൽകുകയും ചെയ്യുന്നു. 22ാം ആഴ്ച അഷ്ടലക്ഷ്മി യന്ത്രം ശ്രീ ദുർഗാംബികയുടെ, ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ തിരുസന്നിധിയിൽ പൂജിച്ച് ജപിച്ച് ശക്തി വരുത്തിയ അഷ്ടലക്ഷ്മി യന്ത്രം ഭക്തന് നൽകുന്നു. ഈ യന്ത്രം ഗൃഹങ്ങളിലെ പൂജാമുറിയിൽ വയ്ക്കുന്നതോടെ ഗൃഹത്തിൽ സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ്. ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ ഇഷ്ട വഴിപാടാണ് സൗഭാഗ്യദീപ പ്രദക്ഷിണം.
ഷഡാധാര പ്രതിഷ്ഠയുള്ള ശ്രീ ദുർഗാംബികയുടെ 3 രൂപങ്ങൾ നേരിൽ കണ്ട് പ്രാർത്ഥിച്ചാൽ കാര്യസാധ്യവും ജീവിത അഭിവൃദ്ധിയും ഉടനെന്നാണ് ഭക്തജന സാക്ഷ്യം. രാമചമ്പള ക്ഷേത്രത്തിൽ വന്ന് 21 പൂജ, സൗഭാഗ്യ പൂജ എടുക്കാൻ എൻ്റെ ദോഷങ്ങൾ തീരുന്നതിന് ഞാൻ തീരുമാനിച്ച് 3-4 വിളക്കെടുത്തപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം വിചാരിച്ചത് എനിക്ക് സാധിച്ചു കിട്ടി. വളരെ പരീക്ഷയുള്ള ഒരു ക്ഷേത്രമാണ്. എല്ലാവരും വന്ന് ഓരോ വിളക്കെടുത്തതിൽ എല്ലാവർക്കും അതിനുള്ള ഗുണം കിട്ടിയതായി ഇവിടെ പറയുന്നത് ഞാൻ കേട്ട്. അതുകൊണ്ട് നല്ല ഒരു ക്ഷേത്രമാണ്. ഇതിൽ വന്ന് പങ്കെടുത്ത് നിങ്ങളെ പ്രയാസങ്ങൾ മനസ്സ് അറിഞ്ഞ് പ്രാർത്ഥിച്ച് ഈ വിളക്കെടുത്താൽ അതിനുള്ള ഗുണം കിട്ടുമെന്നുള്ള വിശ്വാസം എനിക്ക് മനസ്സിലായി. നവഗ്രഹ ദോഷങ്ങൾ തീർക്കാൻ പ്രശ്നചിന്തയിൽ ഈ ക്ഷേത്രത്തിലെത്തുന്നവർ ഇപ്പോൾ നിരവധിയാണ്. അക്ഷയ നെയ്വിളക്ക്, നവഗ്രഹ പൂജ, നവഗ്രഹ ദോഷശാന്തി ഹോമം, മുട്ടറുക്കൽ എന്നിവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ്. മകരമാസത്തിലെ രോഹിണി തിരു ഉത്സവമായും കുംഭമാസത്തിലെ പുണർദം പുനഃപ്രതിഷ്ഠാ ദിനമായും ആഘോഷിക്കുന്നു. കൂടാതെ നവരാത്രിയും ഏറെ വിപുലമായാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 6 മുതൽ 10 വരെയും വൈകുന്നേരം 5 മുതൽ 6:30 വരെയുമാണ് സൗഭാഗ്യദീപ പ്രദക്ഷിണം നടക്കുന്നത്. തിനവിള രാമരശമളയിൽ 3 ദേവിമാര്, മഹാലക്ഷ്മി, ദുർഗാദേവി, ഭദ്ര, 3 ദേവിയരും തുല്യ പ്രാധാന്യത്തിൽ ഇരിക്കുന്ന ദേവിമാരാണ്. അവർക്ക് വേണ്ടി ഞായറാഴ്ച തോറും സൗഭാഗ്യ ദീപ പ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി എല്ലാ ഭക്തജനങ്ങളും അമ്പലത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ എടുത്തതിൽ നമുക്കെല്ലാവർക്കും ഫലം കിട്ടിയിട്ടുണ്ട്. ഉദ്ദിഷ്ടകാര്യസിദ്ധി, മംഗല്യലബ്ധി, സന്താനലബ്ധി, ധനധാന്യ അഭിവൃദ്ധി, തൊഴിൽ പുരോഗതി, വിദ്യാവിജയം തുടങ്ങിയവയ്ക്കായി പ്രായഭേദമന്യേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും നടത്താവുന്ന പവിത്രമായ ദീപാർച്ചന ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ ഇഷ്ട വഴിപാടാണ്. ക്ഷേത്രത്തിലെ പൂജകളും മറ്റു വിശദ വിവരങ്ങളും അറിയുന്നതിനായി 9495338319 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. HP ന്യൂസ്, ആറ്റിങ്ങൽ. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി-ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം 6 വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. Sarur Sanitary, ആറ്റിങ്ങൽ.